Hello everyone, welcome to VIJAYASREE e-tutorial. I am Fathima Nazrin, 2020 batch. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡിങ്സിലാണ്: ലൊക്കേഷൻ, then parts and features, capsule, relations, arterial supply, venous drainage, lymphatic drainage, nerve supply, microscopic structures and clinical correlation. Thyroid gland ഒരു clinical question ആയിട്ട് വരുന്ന ഒരു portion ആണ്. So first of all, location. Location of thyroid gland. Thyroid gland, it is located in the lower part of the front and side of the neck. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ it is located opposite to C5, C6, C7 and T1 vertebrae. Next one is parts of thyroid gland. Thyroid gland, it's an H-shaped gland. അതിന് മെയിൻ ആയിട്ട് രണ്ട് പാർട്സ് ആണുള്ളത്. ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ ലോബ്സ്, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ഇസ്മസ് വിച്ച് കണക്ട്സ് ദീസ് ടു. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 cm ലെങ്ത്, 3 cm ബ്രെഡ്ത്ത് ആൻഡ് 2 cm തിക്നെസ്. രണ്ട് ലാറ്ററൽ ലോബ്സിന്റെയും ഡയമെൻഷൻ ഇതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇസ്മസിന്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് 1.25 cm ഇൻ ബോത്ത് ഡയമീറ്റേഴ്സ്. ചില ആളുകളിൽ നമുക്ക് പിരമിഡൽ ലോബ് എന്ന് പറഞ്ഞ ഒരു ലോബ് കൂടെ കാണാം. ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ പിരമിഡൽ ലോബ്. ഈ പിരമിഡൽ ലോബ് ചില സമയത്ത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഹയോയിഡ് ബോൺ ബൈ എ ഫൈബ്രോമസ്കുലർ ബാൻഡ് ദാറ്റ് ഈസ് ലെവേറ്റർ ഗ്ലാൻഡിലെ തൈറോയിഡ്. അതാണ് പാർട്സ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. നെക്സ്റ്റ് വൺ ഈസ് capsule. It has true capsule as well as false capsule. True capsule എന്ന് പറഞ്ഞാൽ it is the peripheral condensation of fibrous stomach of gland. അത് gland support കൊടുക്കും. Next one is false capsule. False capsule, it is formed by the splitting of pretracheal fascia. നമുക്കറിയാം ഡീപ് cervical fascia, മെയിൻ ആയിട്ട് 3 types of deep cervical fascia ഉണ്ട്. അതായത് ഇൻവെസ്റ്റിംഗ് ലെയർ ഓഫ് ഡീപ് cervical fascia, prevertebral fascia and pretracheal fascia. അതിൽ pretracheal fascia സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫോൾസ് ക്യാപ്സ്യൂൾ ആയിട്ട് മാറുന്നത്. നമുക്ക് ഈ പിക്ചറിൽ കാണാം പ്രീട്രക്കിൽ ഫേഷ്യ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോൾസ് ക്യാപ്സ്യൂൾ ആയിട്ട് മാറുന്നത്. ഈ സ്പ്ലിറ്റ് ആവുന്ന പ്രീട്രക്കിൽ ഫേഷ്യ ഇറ്റ് ദെൻ ജോയിൻസ് ടുഗദർ ആൻഡ് ഗെറ്റ് അറ്റാച്ച്ഡ് ഓൺ ദ ഒബ്ലിക് ലൈൻ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജ് ആൻഡ് ആസ് വെൽ ആസ് ഇറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ഓൺ ദ ഹയോയിഡ് ബോൺ. പിന്നെ നമുക്ക് മീഡിയൽ ആസ്പെക്റ്റിൽ ഈ പ്രീട്രക്കിൽ ഫേഷ്യ തിക്കൻഡ് ആയിട്ട് ഒരു ലിഗമെന്റ് ഓഫ് ബെറി ഫോം ചെയ്യുന്നുണ്ട്. ഈ ligament of Berry, it is attached on the cricoid cartilage. The next one is clinical correlation. That is, capsule is thin along the posterior border of the lateral lobes. Posterior aspect le capsule thin ആയതുകൊണ്ട് ഈ thyroid gland enlarge ചെയ്യുമ്പോൾ ആ ആസ്പെക്റ്റിൽ അത് enlarge ചെയ്യും without producing any visible swelling in the front of the neck. അത് posterior ആസ്പെക്റ്റിലേക്ക് അത് enlarge ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന സ്ട്രക്ചേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് ട്രക്കിയ, ഈസോഫാഗസ്, അതിനെല്ലാം അത് കംപ്രസ് ചെയ്യും. അതേസമയം അത് ഫ്രണ്ട് ഓഫ് ദ നെക്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിസിബിൾ സ്വെല്ലിംഗ് കാണിക്കുകയില്ല. അപ്പോൾ ട്രക്കിനെ കംപ്രസ് ചെയ്യുന്നതിന് ഡിസ്നിയ ഉണ്ടാവും, അതുപോലെ തന്നെ ഈസോഫാഗസിനെ കംപ്രസ് ചെയ്യുന്നതിന് ഡിസ്ഫേജിയ ഉണ്ടാവും. പിന്നെ റിക്കറൽ ലാരിഞ്ചൽ നെർവിനെ അത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് ഹോസ്നെസ് ഓഫ് വോയിസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ഡിഗ്ലൂട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ത്രൂ ദ ലിഗമെന്റ് ഓഫ് പെരി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ക്രൈക്കോയിഡ് കാർട്ടിലേജ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് ലൈഞ്ചൽ കാർട്ടിലേജുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ഡീഗ്ലൂട്ടേഷൻ. അങ്ങനെയാണ് നമ്മൾ തൈറോയ്ഡ് സ്വെല്ലിങ്സിനെ മറ്റ് സ്വെല്ലിങ്ങുകളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. തൈറോയ്ഡ് സ്വെല്ലിംഗ് ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ഡീഗ്ലൂട്ടേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡെൻസ് വീനസ് പ്ലെക്സസ്. ഡെൻസ് വീനസ് പ്ലെക്സസ് പറയുമ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാം ദർ ഇസ് എ ട്രൂ ക്യാപ്സ്യൂൾ, അതുപോലെ തന്നെ അവിടെ ഒരു ഫോൾസ് ക്യാപ്സ്യൂളും കാണാം. ഇത് രണ്ടിന്റെ ഡീപ്പായിട്ട്, ട്രൂ ക്യാപ്സ്യൂളിന്റെ ഡീപ്പായിട്ട് നമുക്ക് വീനസ് പ്ലെക്സസ് കാണാം. അപ്പൊ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവൽ സമയത്ത് ദ പ്ലെയിൻ ഓഫ് ക്ലീവേജ് ഈസ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് ഫോൾസ് ക്യാപ്സ്യൂൾ. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഓഫ് ക്ലീവേജ് ഇത് രണ്ടിന്റെ ഇടയിലാവുമ്പോൾ ഈ വീനസ് പ്ലെക്സസ് കാരണമുള്ള ഹെമറേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദിസ് വീനസ് പ്ലെക്സസ് ഇറ്റ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ false capsule and true capsule. Upper plane of cleavage it become deep to the true capsule. അതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രോസ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്.
നെക്സ്റ്റ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ റിലേഷൻസ് ഡിസ്കസ് ചെയ്യാം. റിലേഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിന്റെ ബോർഡേഴ്സ്, സർഫസ് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ദിസ് ഇസ് അപ്പെക്സ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ദിസ് വൺ ഈസ് ദ ബേസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിന് രണ്ട് ബോർഡർ ഉണ്ട്, ദാറ്റ് ഈസ് ആന്റീരിയർ ബോർഡർ, then this is the posterior border. Then it has three surfaces. This one is the lateral surface or superficial surface. Then this is the medial surface. And this one is the posterolateral surface. ഇനി നമുക്ക് റിലേഷൻസ് ഡിസ്കസ് ചെയ്യാം. So first of all, apex. Apex, it extends up to oblique line of thyroid cartilage. ഈ oblique line of thyroid cartilage അതുമായിട്ട് റിലേറ്റ് ചെയ്ത മസിൽസ് ആണ് thyrohyoid, sternothyroid and inferior constrictor. So apex, it is sandwiched between inferior constrictor medially and this one is sternothyroid laterally. Next one is base. This base extends up to 5th or 6th tracheal tree, and this is related to inferior thyroid artery, which is a branch of thyrocervical trunk, and recurrent laryngeal nerve, which is the branch of vagus nerve. Then next one is lateral surface. നമുക്ക് ഈ പിക്ചറിൽ കാണാം, this aspect, it is the lateral surface, and this lateral surface, it is related to three strap muscles, that is sternothyroid, sternohyoid and superior belly of omohyoid, and it is also related to anterior border of sternocleidomastoid. നമുക്ക് ഈ പിക്ചറിൽ കാണാം, it is related to anterior border of sternocleidomastoid. Next one is posterolateral surface and medial surface. First of all, posterolateral surface. Posterolateral surface ഇത് നമ്മൾ thyroid gland കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ്. This is a posterior border. This is a medial surface and this one is the posterolateral surface. ഈ posterolateral surface അപ്പോൾ relation നോക്കുമ്പോൾ it is related to carotid sheath and its contents. That is internal jugular vein, common carotid artery and vagus nerve in between them. And anterior aspect there will be ansa cervicalis embedded to it. Posterior aspect we can see the cervical sympathetic chain. ഇനി നമ്മൾ medial surface നെ കുറിച്ച് നോക്കാം. Medial surface നമുക്ക് there will be two cartilage, two tubes, two muscles. ഇനി two tubes ഏതൊക്കെയെന്ന് വെച്ചാൽ trachea and esophagus. ഇവിടെ നമുക്ക് കാണാം trachea, esophagus. That is the two tubes related to medial surface. The two cartilage പറഞ്ഞാൽ that is thyroid cartilage and cricoid cartilage. The two muscles inferior constrictor and cricothyroid. That is two muscles. That's a relation of medial surface. Next one is anterior border. Anterior border നെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. Here we can see a common carotid artery, then an external carotid artery and internal carotid artery. External carotid artery ഒരു branch ആണ് superior thyroid artery. It splits into anterior branch and posterior branch. ഇനി anterior border നെ കുറിച്ച് പറയാം. This anterior border, it separates this lateral surface or superficial surface from the medial surface, and it is related to this anterior branch of superior thyroid artery. Next one is posterior border. This posterior border, it separates the posterolateral surface and medial surface, and this posterior border, it is related to the anastomosis between two arteries, that is posterior branch of superior thyroid artery as well as inferior thyroid artery. This inferior thyroid artery, it is a branch of thyrocervical trunk which arises from the first part of the subclavian artery. അതുപോലെ തന്നെ മറ്റൊരു റിലേഷൻ ആണ് parathyroid gland. Next one is isthmus. Isthmus it has an anterior surface, then in the backlight it has a posterior surface, a superior border and an inferior border. Anterior surface relation പറഞ്ഞാൽ it is related to strap muscles, that is sternothyroid and sternohyoid, and also to anterior jugular vein. Then posterior surface, it is related to second, third and fourth tracheal ribs. Next one is superior border. Superior border, we can see the anastomosis between the anterior branch of the superior thyroid artery. Then next one is inferior border. Inferior border, it is related to inferior thyroid vein.
അതുപോലെ തന്നെ തൈറോയ്ഡ് ഇമ ആർട്ടറി. ഈ തൈറോയ്ഡ് ഇമ ആർട്ടറി ഇറ്റ് ക്യാൻ ബി എ ബ്രാഞ്ച് ഓഫ് ബ്രേക്കിയോസെഫാലിക് ട്രങ്ക് ഓർ ഇറ്റ് അറൈസ് ഡയറക്ട്ലി ഫ്രം ദ ആർച്ച് ഓഫ് അയോട്ട. അപ്പൊ ഈ ഇൻഫീരിയർ ബോർഡർ അത് രണ്ട് ആസ്പെക്ട് ആയിട്ട് റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് തൈറോയ്ഡ് ഇമ ആർട്ടറി ആസ് വെൽ ആസ് ഇൻഫീരിയർ തൈറോയ്ഡ് വെയിൻ. ഇനി നമുക്ക് ജസ്റ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആന്റീരിയർ വ്യൂ കാണാം, പോസ്റ്റീരിയർ വ്യൂ കാണാം. ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആന്റീരിയർ വ്യൂ. ദാറ്റ് ഈസ് 2 lateral lobes. പിന്നെ there will be a pyramidal lobe. Sometimes it is connected to hyoid bone by levator glandulae thyroideum. That is a fibromuscular band. അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ superior thyroid artery. ഇതതിന്റെ ആന്റീരിയർ ബ്രാഞ്ച്. ഇനി അതിന്റെ പോസ്റ്റീരിയർ ബ്രാഞ്ച് അതിന്റെ ബാക്കിലൂടെ പോവും, which is related to the posterior border. ഈ thyroid gland ഇതാണ് അതിന്റെ apex, which extends up to oblique line of thyroid cartilage. എന്നൊരു ബേസ് ഉണ്ട്. പിന്നെ അതിന് ഒരു lateral surface. പിന്നെ ഇത് അതിന്റെ posterior view ആണ്. That is, this one is a medial aspect and this one is a posterolateral aspect. പിന്നെ അതിന്റെ border, this is the anterior border and this is the posterior border. ഇത് കണ്ടോ, posterior border it is related to parathyroid gland as well as the anastomosis between these posterior branch of superior thyroid and the inferior thyroid artery. ഇവിടെ anterior border it is related to anastomosis between the anterior branch of superior thyroid artery. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെയിൻസും ആർട്ടീരിയൽ സപ്ലൈ ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.